ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള റിയാക്ഷൻ ബെൻസിഡീൻ റീഅറേഞ്ച്മെൻ്റ് ആണ്. ഇതുവരെയായി നിങ്ങൾ അനേകം റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസ്, കണ്ടൻസേഷൻ റിയാക്ഷൻസ്, അങ്ങനെ ഒരുപാട് നെയിം റിയാക്ഷൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പരസ്പരം മാറിപ്പോകാതിരിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും നമുക്ക് എന്തെങ്കിലും ഒരു എളുപ്പ വഴി വേണം, അല്ലേ? അപ്പോൾ എന്താണ് ബെൻസിഡീൻ? അതെന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഹൈഡ്രസീൻ ഈസ് NH2NH2. നിങ്ങൾ ഫിനൈൽ ഹൈഡ്രസീൻ പഠിച്ചിട്ടുണ്ട്. NH2 NH, ഈ ഹൈഡ്രജൻ മാറിയിട്ട് C6H5, NH2NH C6H5 വരുമ്പം അത് ഫിനൈൽ ഹൈഡ്രസീനാണ്. ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും കൂട്ടത്തിൽ പഠിച്ചതാണ് ഈ കോമ്പൗണ്ട്സ് എല്ലാം. NH2OH ഹൈഡ്രോക്സിലമീൻ, NH2NH2 ഹൈഡ്രസീൻ, NH2NHC6H5 ഫിനൈൽ ഹൈഡ്രസീൻ, ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഈ ഹൈഡ്രസീൻ നമ്മൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഓരോ ഹൈഡ്രജൻ മാറി 2 ബെൻസീൻ റിങ് വരുവാണെങ്കിൽ NH NH C6H5, ഇവിടെയും C6H5, ഇങ്ങനെ 2 ബെൻസീൻ റിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു NH ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രസോ ബെൻസീൻ. അപ്പം ഈ ഹൈഡ്രസോ ബെൻസീനാണ് നമ്മുടെ ബെൻസിഡീൻ റീഅറേഞ്ച്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ മോളിക്യൂളിനെ ഒന്ന് ഓർത്ത് വയ്ക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വേണം, അല്ലേ? അപ്പോൾ നമ്മളൊരു കണ്ണടയാണ് എന്ന് വെച്ചിട്ടുള്ള ഒരു സ്പെക്സ്. അപ്പോൾ അതിന് 2 ഫ്ലാറ്റ് ഏരിയ ഉണ്ട്, അല്ലേ? ഇതിപ്പോൾ സ്ക്വയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതിന് 2 ലെഗ്സും ഉണ്ട്. ഇത് ശരിക്കുള്ള കണ്ണടയാകുമ്പോഴേക്കും അതിൻ്റെ ലെഗ്സിന് നീളം കൂടുതലായിരിക്കും, അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും 2 ലെഗും അതുപോലെ 2 ഫ്ലാറ്റ് പോർഷനുമുള്ള ഒരു കണ്ണട മോഡലിൽ എനിക്കങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നോക്കാം നമുക്ക് ബെൻസിഡീൻ്റെ formation. So, hydrosobenzene gives benzidine. Hydrosobenzene rearranges to benzidine in presence of concentrated HCl. So here we have 2 benzene rings connected by 2 NH groups. So NH holding 2 benzene ring on either side. This compound on treatment with concentrated HCl, that is plenty of H+, there will be a rearrangement of the benzene rings. The middle NH groups will be shifted to the other side and the 2 benzene rings directly joined. നോക്കൂ, ഈ മോളിക്യൂള് കണ്ണട പോലെ തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? These are the 2 legs. Okay, benzidine. So what is actually benzidine rearrangement? The rearrangement of hydrosobenzene to benzidine in presence of concentrated HCl. So simple the reaction. ഇനി നമുക്ക് ഈ റിയാക്ഷൻ്റെ മെക്കാനിസം എക്സാമിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് ഈ റിങ്സ് വരച്ചിരുന്നത്. മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 2 റിങ്ങും വെർട്ടിക്കലായിട്ട്, അതായത് ഈ 2 NN ബോണ്ടിൽ ഹാങ് ചെയ്യുന്നതായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഞാനത് സർക്കുലറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതുപോലെ കെക്ലി സ്ട്രക്ചറായിട്ട് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റഡ് HClൻ്റെ പ്രസൻസിൽ 2 ഹൈഡ്രജൻ അയോൺസ് ഈ 2 നൈട്രജനിലും ആഡ് ചെയ്യുകയാണ്, യൂട്ടിലൈസിങ് ഇറ്റ്സ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ അത് NH എന്നുള്ളത് NH2+ ആയി മാറുകയും ഇവിടെ ഇപ്പോഴും ഈ നൈട്രജൻ ബോണ്ട് അവിടെയുണ്ട് N+ ആകുമ്പോഴും. ഇനി നടക്കുന്നതാണ് ഈ 2 Nനും ഇടയ്ക്കുള്ള ആ സിംഗിൾ ബോണ്ട് ഇവിടെ ഒരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതോടുകൂടി ഇവിടുത്തെ ബോണ്ട് ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. ഞാൻ വരച്ചതിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ദർ ഇസ് നോ ബോണ്ട് ഇൻ ബിറ്റ്വീൻ ദ നൈട്രജൻ. ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബോണ്ടിന് ഇപ്പുറത്തോട്ട് മാറേണ്ടി വരും, അടുത്തത് ഇങ്ങോട്ട് മാറേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ ഇത് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഫിനോളിൻ്റെയൊക്കെ സ്റ്റെബിലൈസേഷൻ വരച്ചപ്പോൾ ഇത് അങ്ങോട്ട് ആ റിങ്ങിൽ തന്നെയാണ് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചത്. പക്ഷേ ഈ കേസിൽ നമുക്ക് ഈ 2
പാരാ പൊസിഷൻ, NH2ൻ്റെ 2 പാരാ പൊസിഷൻ തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അതാണ് ബെൻസിഡീൻ എന്ന് പറയുന്നത്. ബെൻസിഡീൻ ഫോം ചെയ്യുമ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് വരണം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ 2 ഇലക്ട്രോൺ വരികയും ആ ഇലക്ട്രോൺ ഈ കാർബണിലേക്ക്, ഇതൊരു C+ ആകണം. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ബോണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഇതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ഈ ബോണ്ട് ആവശ്യമില്ലാതെയാകും. അപ്പോൾ അത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് നൈട്രജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ സ്ട്രക്ചർ മാറി വരികയാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ. അപ്പോൾ രണ്ടിടത്തും പാരലൽ ബോണ്ട്സാണ് റിങ്ങിനകത്ത് വരുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഈ ബോണ്ട് നമ്മൾ ഫോം ചെയ്ത് അല്ലെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ഹൈഡ്രജനെ കാണിക്കണം. ആ ഹൈഡ്രജൻ രണ്ടും അവിടെ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഹൈഡ്രജൻ്റെ റോളാണ്. ഈ ബോണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ അതിൻ്റെ ബോണ്ടഡ് പെയർ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് സപ്ലൈ ചെയ്തിട്ട് H+ ആയിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത H+ തിരിച്ചു പോവുകയാണ്. ഈ 2 ഹൈഡ്രജനും അതുപോലെ തിരിച്ചു പോവുകയാണ്. പിന്നെ ഇത് അതിനനുസരിച്ച് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് ഈ ബോണ്ട്, ഈ ഇലക്ട്രോൺസ് രണ്ടും നൈട്രജനിലേക്ക് തിരിച്ചു വരികയും നൈട്രജൻ്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്യും. സെയിം തിങ് ഹാപ്പൻസ് ഇൻ ദിസ് റിങ് ഓൾസോ. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് തിരിച്ച്, ഇത് ഫസ്റ്റ് ലെവലാണ്, ഇത് തിരിച്ച് ഇങ്ങോട്ടൊരു ബാക്ക്വേർഡ് ഷിഫ്റ്റ് നടന്നിട്ട് നൈട്രജൻ്റെ ചാർജ് പോയിട്ട് ലാസ്റ്റ്ലി നമുക്ക് 2 ബെൻസീൻ റിങ്ങും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിട്ട് നമുക്കൊരു NH2 എൻഡിൽ വരുന്ന, അതായത് നമ്മുടെ ആ സ്പെക്സിൻ്റെ മാതിരിയുള്ള ഒരു സ്ട്രക്ചർ വരുന്നു. അതിനകത്ത് ഒരു ബെൻസീൻ ഈ സർക്കുലറായിട്ട് ഇലക്ട്രോൺസിനെ കാണിച്ചാൽ നമ്മുടെ സ്പെക്സായി. അതല്ലെങ്കിൽ ഇത് അതിൻ്റെ ഫ്രെയിമായി. അങ്ങനെ ബെൻസിഡീൻ ഫോം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.